ഹായ് ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ ഇന്നലെ നടന്ന LPSA എക്സാമിൻ്റെ 10 മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ ചോദ്യം: ഒരു വാട്ടർ ടാങ്കിൽ 10.5 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ആ ടാങ്കിൻ്റെ 3/4 ഭാഗം നിറഞ്ഞു. ആ ടാങ്ക് നിറയാൻ വേണ്ട വെള്ളത്തിൻ്റെ അളവ് എത്രയെന്ന ചോദ്യം. അപ്പോൾ 3/4 വെള്ളം 3/4 എന്ന് പറഞ്ഞ സംഗതി, അതായത് 3/4 ഭാഗം നിറച്ചപ്പോൾ എത്ര വെള്ളം കൊണ്ടുകൂടെ 10.5 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 10/1/2. ഓക്കെ, 10/1/2. അപ്പോൾ 3/4 x = 10/1/2. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനെ 3/4 x = എങ്ങനെ മാറ്റി എഴുതാം? 10 × 2 20, 21/2 എന്ന് മാറ്റി എഴുതാം. ദാറ്റ് ഈസ് x = എന്ത് എഴുതാം? 21 × 4 / 6 എന്ന് എഴുതാം. ഓക്കെ, കട്ട് ചെയ്തു. 2 ഇവിടെ 3. ഓക്കെ, 3 3 21 എത്ര? ഒരു 3 3 23 6 9 13 15 60 7 3 21 7 3 21 7 × 2 14. അപ്പോൾ ഫുള്ളാക്കാൻ 14 ലിറ്റർ വെള്ളമാണ് ഇതിൽ വേണ്ടത്. പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. 3/4 ഭാഗം നിറച്ചപ്പോൾ 10 ലിറ്റർ ഉണ്ട്. അപ്പോൾ 3/4 x = 10 എന്ന് എഴുതി. 3/4 x = ആ 10 നമ്മൾ മാറ്റി എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? 10 × 2 20, 20 + 1 21/2 എന്ന് എഴുതും. x = എന്ത് വരും? 21/2 × 4/3 എന്ന് വരും. അതായത് 21 × 4 / 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 14 ലിറ്ററാണ് അതിൻ്റെ മറ്റേ ഫുൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 14. അപ്പോൾ ഒരു വാട്ടർ ടാങ്കിൽ 10 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ 3/4 ഭാഗം നിറഞ്ഞു. ആ ടാങ്ക് നിറയാൻ വേണ്ടത് 14 ലിറ്ററാണ്. അങ്ങനെയാണ് ഓപ്ഷൻ ബി ആൻസർ ആയിട്ട് വന്നത്. ഇനി അടുത്ത് രണ്ടാമത്തെ ചോദ്യം: 0.48 × 5.6 × 0.28 × 3.2 × 0.21 × 0.14. ഒന്നുമില്ല. ഇതിൽ മുകളിൽ എത്ര ദശാംശ സ്ഥാനങ്ങളുണ്ട് നോക്ക്. 0.48 എന്ന് പറഞ്ഞാൽ അവിടെ 2, 5.6 എന്ന് പറഞ്ഞാൽ 1, 0.28 പറഞ്ഞാൽ അവിടെ 2 ദശാംശ സ്ഥാനങ്ങൾ. അപ്പോൾ മുകളിൽ മൊത്തം 2 2 4 5 ദശാംശ സ്ഥാനമുണ്ട്. താഴെയോ 3.2 × 0.21 × 0.14. അവിടെയോ ഇവിടെ ഒരു ദശാംശ സ്ഥാനം, ഇവിടെ 2 ദശാംശ സ്ഥാനം, ഇവിടെ 2 എണ്ണം. അപ്പം താഴെയും 5. അങ്ങനെ മുകളിലും താഴെയും ഒരേ ദശാംശ സ്ഥാനമാണെങ്കിൽ നമുക്കിതൊന്നും നോക്കണ്ട, നേരെ ദശാംശ സ്ഥാനം ഇല്ലാത്ത ഉത്തരം നമുക്ക് തിരഞ്ഞെടുക്കാം. അതായത് ഇവിടെ 8 ആണ്. ഇനി നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഇവിടെ എഴുതുക? 48 × 56 × 28 ഡിവൈഡഡ് ബൈ 32 × 21 × 14 എന്ന് വരില്ലേ? അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ. ഇത്രയേ ഉള്ളൂ കാര്യം. മുകളിലും താഴെയും ഒരേ ദശാംശ സ്ഥാനമാണ്. അപ്പോൾ ദശാംശങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് നേരിട്ട് എഴുതാം. 48 × 56 × 28 ഡിവൈഡ് ബൈ 32 × 21 × 14 എന്ന് എഴുതാം. ഈ 14 ഇതിൽ 2 തവണ പോവും ഇല്ലേ? ഓരോന്നോരോന്ന് നമ്മൾ കട്ട് ഷോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 14 28 2 തവണ. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ ഏതൊക്കെയാണ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുക? ഓരോന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ 2ഉം ഈ 32ഉം നമുക്ക് എത്ര? 16 തവണ. ഈ 16ഉം ഈ 48ഉം 3 തവണ അല്ലേ? 3 തവണ. ഇനി എന്തൊക്കെയാണ് പോവുക? ഇത് 7 തവണ ഇതിൽ പോവും. 7 തവണ ഇതിൽ പോവും. ഈ 3ഉം 7ഉം 56ഉം 56 ആണ്. അപ്പോൾ 8 ആണ് ആൻസർ. 8 ഒന്നുമില്ല. നമ്മൾ ദശാംശാനങ്ങൾ ഈക്വലാണ് മനസ്സിലായി. അപ്പോൾ ആ സംഖ്യകൾ നേരിട്ട് എഴുതി. കട്ട് ഷോട്ട് ചെയ്തു. ആൻസർ ഓപ്ഷൻ എ ആയിട്ടുള്ള 8ലേക്ക് നമ്മളെത്തും. കട്ട് ഷോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 8ലേക്ക് നമ്മളെത്തും. ഇനി ഒരു ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചി 120 ഡിഗ്രി തിരിയുമ്പോൾ അതിൻ്റെ മണിക്കൂർ സൂചി തിരിയുന്ന കോണളവ് നമുക്കറിയാം. മിനിറ്റ് സൂചി വളരെ സ്പീഡിൽ പോകും, മണിക്കൂർ സൂചി മെല്ലെ പോകും. അപ്പോൾ അതിൻ്റെ ഒരു റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:12 ആണ്. അതായത് 1:12. മിനിറ്റ് സൂചി പെട്ടെന്ന് പോകും, മണിക്കൂർ സൂചി ആ സമയത്ത് മെല്ലെ പോകും. അത് 1:12 എന്ന് പറയുന്ന അനുപാതത്തിലായിരിക്കും അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുക. അപ്പോൾ ഒരു ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചി 120 ഡിഗ്രി തിരിയുമ്പോൾ 120 ഡിഗ്രി തിരിയുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 12 ഭാഗ്യം മറ്റേ ചലിച്ചിട്ടുണ്ടാവും. 120 12 ചെയ്യുമ്പോൾ എത്ര വരും? നമുക്ക് 10 ഡിഗ്രി ആയിരിക്കും ആൻസർ. 10 ഡിഗ്രി. 10 ഡിഗ്രി. നേരെ തിരിച്ച് ഇങ്ങോട്ടുമാകാം. അങ്ങനെയാണെങ്കിൽ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ 120 ഡിഗ്രി, മിനിറ്റ് സൂചി 120 ഡിഗ്രി തിരിയുമ്പോൾ മണിക്കൂർ സൂചി തിരിയുന്നത് എത്ര? 120 ഡിവൈഡ് ബൈ 12 ചെയ്ത് നമുക്ക് 10 ഡിഗ്രി കോണളവായിരിക്കും അതിൻ്റെ തിരിയുന്ന കോണളവ് എന്ന് പറഞ്ഞാൽ 10 ഡിഗ്രി ആയിരിക്കും ആൻസർ. ഇനി അടുത്ത ചോദ്യം എന്താ? റൂട്ടിൻ്റെ ഉള്ളിൽ √4 + √21 + √13 + √18 + √1. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ √1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? √1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അപ്പോൾ അവിടെ എന്തായിട്ട് മാറും? അവിടെ 8 + 1 ആയിട്ട് മാറും. 8 + 1 എന്ന് പറഞ്ഞാൽ 9. √9 എന്ന് പറഞ്ഞാൽ 3. ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങുക. അപ്പോൾ 3 ഇവിടെ വന്നു. ആ 3 നമ്മൾ ഇതിനൊപ്പം ആഡ് ചെയ്യുക. √13 + 3. √13 + 3 എന്ന് പറഞ്ഞാൽ എത്ര? √16 എന്ന് വരും. √16 എന്ന് പറഞ്ഞാൽ 4 എന്ന് വരും. ആ 4 നമ്മൾ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യുക. 21 ഒപ്പം ആഡ് ചെയ്യുക. 21 ഒപ്പം ആഡ് ചെയ്യുമ്പോൾ √21 + 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 25 വരും. √25 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 5 വരും. ആ 5 എന്തിൻ്റെ ഒപ്പം ആഡ് ചെയ്യുക? ആ 5 ഈ 4ൻ്റെ ഒപ്പം
ഒപ്പം ആഡ് ചെയ്യുക. അപ്പോൾ √4 + 5 എന്ന് വരും. √4 + 5 എന്നാണ് √9. √9 എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ ആൻസർ ഇവിടെ √9 ആയിട്ടുള്ള 3 ആൻസർ. 3 ആൻസർ. അപ്പോൾ ഇങ്ങനെ എന്ത് ചോദ്യം വന്നാലും ഇവിടുന്ന് തുടങ്ങി നമ്മൾ ഇങ്ങനെ സോൾവ് ചെയ്ത് ഇങ്ങോട്ട് എത്തുക. ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനെ സോൾവ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും √1 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ √8 + 1 എന്ന് വരും. √8 + 1 എന്ന് പറഞ്ഞാൽ √9, ദാറ്റ് ഈസ് 3. 3. ആ 3 നമ്മൾ എന്തിനൊപ്പം ആഡ് ചെയ്യുക? √13 + 3 ആഡ് ചെയ്തു, ദാറ്റ് ഈസ് √16, ദാറ്റ് ഈസ് 4. ആ 4 നമ്മൾ എന്തിനൊപ്പം ആഡ് ചെയ്യുക? √21 + 4 ആഡ് ചെയ്തു, എന്താ വരിക? √25, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എന്ന് വരും. ആ 5 നമ്മൾ എന്തിനൊപ്പം ആഡ് ചെയ്യുക? ആ 5 നമ്മൾ √4 + 5 ആഡ് ചെയ്തു. √4 + 5 എന്ന് പറഞ്ഞാൽ √9 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3. നമ്മുടെ ഫൈനൽ ആൻസർ ഓപ്ഷൻ സി ആയിട്ടുള്ള 3 ആണ്. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ നടന്ന LPSA എക്സാമിൻ്റെ 10 മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ചോദ്യങ്ങളാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ 4 ചോദ്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്തു. അഞ്ചാമത്തെ ചോദ്യം എന്താണ് നോക്കുക? എന്താണ് ചോദ്യം? 8 സംഖ്യകളുടെ ശരാശരി 32. അവയിൽ ഒരു സംഖ്യ ഒഴിവാക്കിയാൽ ശരാശരി 31. ഒഴിവാക്കിയ സംഖ്യ എത്ര? അപ്പോൾ 8 സംഖ്യകളുടെ ശരാശരി 32 ആണ്. അപ്പോൾ ടോട്ടൽ എത്രയായിരിക്കും? 8 × 32 അല്ലെ? 8 × 32 എന്താ? 8 16 6 ബാക്കി 1 8 24 എങ്ങനെ വരിക? അതായത് 8 സംഖ്യകളുടെ ശരാശരി 32. അപ്പോൾ ടോട്ടൽ എത്ര വരിക? 32 × 8 ചെയ്താൽ കിട്ടും. 8 16 ബാക്കി 1 8 3 24 25 ആണ് ടോട്ടൽ 256. ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ ശരാശരി 31. അപ്പോൾ 8ൽ നിന്ന് ഒരു സംഖ്യ ഒഴിവാക്കി 7 ആയി, ശരാശരി 31. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 31 × 7 വരും. 31 × 7 1 7 21 217 വന്നു. അപ്പോൾ എന്താ ഒഴിവാക്കിയ സംഖ്യ എത്രയെ ചോദിച്ചാൽ എന്താ പറയുക? 256 കുറയ്ക്കണം 217. 9 ഇവിടെ വരും, ബാക്കി 24 21 പോയാൽ 39. ആൻസർ 39. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ. 39 ആണ് ആൻസർ. എങ്ങനെ? അപ്പോൾ 39 എങ്ങനെ വന്നത് മനസ്സിലായില്ലേ? അപ്പോൾ 8 സംഖ്യകളുടെ ശരാശരി 32 ആയാൽ ടോട്ടൽ എത്രയും 32 × 8 256. 32 × 8 2 16 ബാക്കി 1 24 256. അതുപോലെ തന്നെ ഒരു സംഖ്യ ഒഴിവാക്കിയാൽ ബാക്കി 7 സംഖ്യ. അപ്പോൾ 31 × 7 വരും. 7 7 20 217. 256 217 പോയി കഴിഞ്ഞാൽ 39 ആണ് ആ ഒഴിവാക്കിയ സംഖ്യ എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം 4A = 6B = 8C = 8C ആയാൽ AB A:B:C എന്താണ്? ഇത് കാണാൻ ഒന്നുമില്ല. നമ്മളെന്താണ് 4A = 6B = 8C ആണെങ്കിൽ നമ്മൾ ആദ്യത്തെ ഭാഗം എന്താണ് ഇതാണ് ഒഴിവാക്കുക. എന്നിട്ട് ബാക്കി 2 ഇൻറ്റു ചെയ്യുക. അപ്പോൾ എന്താണ്? ഏട കിട്ടണമെങ്കിൽ ബാക്കി 2 ഇൻറ്റു ചെയ്യുക. അപ്പോൾ എന്താണ്? 48 അപ്പോൾ ഏട കിട്ടണമെങ്കിൽ ബിയും സിയും കൂടി ഗുണിക്കുക. അപ്പോൾ എ ഒഴിവാക്കുക, ബിയും സിയും ഗുണിക്കുക. ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? 8 × 6 48. ഇനി അതുപോലെ തന്നെ ബി കിട്ടണമെങ്കിൽ എന്താ ചെയ്യുക? അപ്പോൾ 48 ഇവിടെ ഉണ്ട് കേട്ടോ. 48 നമുക്ക് ഇവിടെ കിട്ടി, 48 ഇവിടെ കിട്ടി. 48 ഇവിടെ കിട്ടി, 48 ഇനി ബി കിട്ടണമെങ്കിൽ ബി ഒഴിവാക്കുക, ബാക്കി 2 ഗുണിക്കുക. അപ്പം 4 32 കിട്ടി, 42 കിട്ടി, 32 കിട്ടി. 42 48 4 32 കിട്ടി. ഇനി സി കിട്ടണമെങ്കിൽ ദണ്ട് ഒഴിവാക്കുക, പിന്നെ ഇത് രണ്ടും ഗുണിക്കുക. അപ്പോൾ എന്താ വരിക? 6 4 24. ഇതിനെ അങ്ങോട്ട് ചെറുതാക്കുക. ഇതിലെല്ലാത്തിലും പോകുന്ന സംഖ്യ 8 ആണ്. 1 8 2 16 3 24 4 8 40 6 48. 6:32 എത്രയാണ്? 1 6 6 22 4 4 4 6 30. ഒരു മിനിറ്റ്, 32 അല്ല തോന്നുന്നു. 32 അല്ല. ഇതെന്താ വരിക? എ കിട്ടണമെങ്കിൽ ഇത് 2 ഗുണിച്ചു. അപ്പോൾ 8 48 എന്ന് കിട്ടി. 48:2. ഇനി ഇത് കിട്ടണമെങ്കിൽ 4 ഏതൊക്കെ തമ്മിലാണ് ഗുണിക്കേണ്ടത്? ബി. 8 4 ഒറ്റ 2 4 32 4:32:2. ഇത് കിട്ടണമെങ്കിൽ എന്താ ചെയ്യുക? ഈ സി കിട്ടണമെങ്കിൽ 6 4 24. ഇതിനെ നമ്മൾ കട്ട് ഷോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറുതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലൊക്കെ പോകുന്ന ഏതാ? ഇതിൽ ഒറ്റ 8 പോവും അല്ലേ? ഡിവൈഡ് ബൈ 8 ചെയ്യാം. ഡിവൈഡ് ബൈ 8 ചെയ്ത് കഴിഞ്ഞാൽ 8 എല്ലാം പോവില്ലേ? ഡിവൈഡ് ബൈ 8 ചെയ്ത് കഴിഞ്ഞാൽ 1 8 2 16 3 24 4 8 32 8 40 6 8 48 6:2. 1 8 2 16 3 4 8 4:2. 1 8 2 3 4. 6:4:3. 6:4:3 ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഒന്നുമില്ല. 4A = 6B = 8C ആണ് തന്നിരിക്കുന്നത്. നമുക്ക് കാണേണ്ടത് A:B:C ആണ്. അപ്പോൾ എ കാണണമെങ്കിൽ എ ഇല്ലാത്ത ടേം ഗുണിക്കുക. എന്താ വരിക? എ ഇല്ലെങ്കിൽ 6 × 8 8 48. ഇനി ബി കാണണമെങ്കിൽ ബി ഒഴിവാക്കുക, ബാക്കി ഗുണിക്കുക. അപ്പോൾ എന്താണ്? 8 × 4 4
32 ഈസ് ടു സി കാണണമെങ്കിൽ സി ഒഴിവാക്കുക, ബാക്കി എയും ബിയും ഗുണിക്കുക, 6 4 24. ഓക്കെ, ഇതിൽ കോമൺ ആയിട്ട് പോകുന്ന ഏതാണ്? 8 ഇതിനെ ഏറ്റവും ഷോർട്ടസ്റ്റ് ഫോമിലേക്ക് മാറ്റി 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓക്കെ 8 6 8 48 8 32 ഓക്കെ 3 8 24 6:4:3 എന്ന് പറയുന്ന ഫോമിലേക്ക് വരും. അപ്പോൾ A/B/C 6:4:3 ഓപ്ഷൻ സി ആണ് ആൻസർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു കവാടത്തിൽ 4 മണികളുണ്ട്. അവ യഥാക്രമം 4 സെക്കൻഡ് 6 സെക്കൻഡ് 8 സെക്കൻഡ് 10 സെക്കൻഡ് ഇടവിട്ട് മുഴങ്ങുന്നു. അവ എല്ലാം കൂടി ഒന്നിച്ച് മുഴങ്ങുന്നതിന് ശേഷം 30 മിനിറ്റ് പൂർത്തിയാക്കുന്നതിനിടയിൽ അവ എത്ര പ്രാവശ്യം ഒന്നിച്ച് മുഴങ്ങും? അപ്പോൾ നമുക്ക് നോക്കേ, ഇവിടെ 4:6:8 ഓക്കെ 8:10 എന്നതിൻ്റെ ഓക്കെ LCM എടുക്കണം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 2 3 ഓക്കെ 4 5 ഓക്കെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 1 3 ഓക്കെ 2 5 അല്ലേ. ഓക്കെ, ഇനി LCM എടുക്കണമെങ്കിൽ എന്തായി? അതെല്ലാം കൂടി ഗുണിക്കുക. അപ്പോൾ I2 10 10 10 3 30 ഓക്കെ ഇവിടെ 30 വന്നു, ഇവിടെ എന്താ വരുന്നു? ഇവിടെ 4 വന്നു, ഇവിടെ 4 2 × 4 അപ്പോൾ 30 × 4 എത്ര? 120 ഇതിൻ്റെ LCM എന്ന് പറയുന്ന സംഗതി. LCM എടുക്കാൻ അറിയാലോ, 4, 6, 8, 10 അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 2:2 ഓക്കെ 3:4:5 വന്നു. അതിൽ 2 വീണ്ടും ഡിവൈഡ് ചെയ്തു. അപ്പോൾ എന്താ വരിക? ഓക്കെ 1:3:2 ഓക്കെ 2:5 വന്നു. നമ്മൾ LCM എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഗുണിച്ചു. എന്താ വരിക? 30 × 4 120 120 സെക്കൻഡാണ് 120 സെക്കൻഡാണ് ഇതിൻ്റെ LCM എന്ന് പറയുന്ന സംഗതി. ഓക്കെ, ഇനി എന്താണ്? അവ എല്ലാം കൂടി ഒന്നിച്ച് മുഴങ്ങിയതിന് ശേഷം അപ്പോൾ ഈ 120 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാണ്? 120 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാണ്? ഓക്കെ 2 മിനിറ്റാണ്. കാര്യം 60 സെക്കൻഡാണ് ഒരു മിനിറ്റ്. അപ്പോൾ 120 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 120 സെക്കൻഡ് ഈസ് ഈക്വൽ ടു എത്ര? 120 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര 2 മിനിറ്റാണ്. 2 മിനിറ്റാണ്. ക്ലിയർ അല്ലേ? 2 മിനിറ്റാണ്. കാര്യം 60 സെക്കൻഡ് 1 മിനിറ്റാണ്. അപ്പോൾ ഓക്കെ 120 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ്. അപ്പോൾ 30 മിനിറ്റിൻ്റെ ഉള്ളിൽ എത്ര തവണ പൂർത്തിയാക്കിയ ശേഷം എന്താ പറയുക? 30 ഡിവൈഡഡ് ബൈ 2 മിനിറ്റ് 30 മിനിറ്റ് ഡിവൈഡ് ബൈ 2 മിനിറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 15 തവണ ഇതായിട്ടുണ്ടാവും. ഓപ്ഷൻ ബി ആണ് ആൻസർ, 15 തവണ. ഓക്കെ, അപ്പോൾ LCM കണ്ടു. 4 6 8 10 എന്നതിൻ്റെ LCM എന്ന് പറയുന്ന സംഗതി നമ്മൾ 120 ആണ്. ആ 120 സെക്കൻഡ് എന്ന് പറയുന്ന സംഗതി സെക്കൻഡിലാണ് കിട്ടുക. ആ സെക്കൻഡ് നമ്മൾ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. 120 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് ആണ്. ആ 30 മിനിറ്റിൽ എത്ര 2 മിനിറ്റ് ഉണ്ട്? 15 തവണ അവർ അടച്ചിട്ടുണ്ടാവും. ഓക്കെ, ഒന്നിച്ച് മുഴങ്ങിയിരിക്കും, 15 തവണ മുഴങ്ങിയിരിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വർക്ക് ഡണിൻ്റെ പ്രോബ്ലമാണ്. 5 പുരുഷന്മാർ 3 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു ജോലി 4 സ്ത്രീകൾ 6 ദിവസം കൊണ്ടാണ് ചെയ്തു തീർക്കുന്നത്. ആ ജോലി അവർ ഒന്നിച്ച് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും? വളരെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ചോദ്യമാണ്. അപ്പോൾ 5 പുരുഷന്മാർ 5 ഓക്കെ മെൻ 5 പുരുഷന്മാർ 3 ദിവസം കൊണ്ട് 5 men × 3 ഈക്വൽ ടു ഓക്കെ തീർക്കുന്ന ഒരു ജോലി 4 സ്ത്രീകൾ 4 വുമൺ ഓക്കെ 4 വുമൺ എത്ര ദിവസം കൊണ്ടാണ്? 4 വുമൺ × 6 6 ദിവസം കൊണ്ട് തീർക്കും. അപ്പോൾ നമുക്ക് ഇവിടെ മെൻ ബാർ വുമൻ്റെ എഫിഷ്യൻസി കാണണം. മെൻ ബാർ വുമൻ്റെ എഫിഷ്യൻസി കാണണമെങ്കിൽ അതെങ്ങനെ ചെയ്യുക? മെൻ ബാർ വുമൺ ഈസ് ഈക്വൽ ടു എന്താ വരിക? മെൻ ബാർ വുമൺ ഈസ് ഈക്വൽ ടു 4 × 6 അല്ലേ? മെൻ ബാർ വുമൺ ഈസ് 4 × 6 ഡിവൈഡ് ബൈ 5 × 3 ഓക്കെ 5 × 3 എന്ന് വരും. ഓക്കെ ദാറ്റ് ഈസ് 6 4 24 ഡിവൈഡ് ബൈ 15 നമ്മളിതിനെ കട്ട് ഷോർട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? ഓക്കെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു 3 3 23 6 3 4 3 5 5 6 7 8 3 15 അപ്പോൾ മെന്നിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 8ഉം ഓക്കെ വുമണിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 5ഉമാണ്. ഒന്നുമില്ല, നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അങ്ങനെ എഴുതി. ഇതൊരു ആൻഡ് മോഡൽ ചോദ്യമാണ്. 5 men × 3 ഈസ് ഈക്വൽ ടു 4 women × 6. അതിൽ M bar W ഈസ് ഈക്വൽ ടു എന്ത് വരും? M bar W അതായത് മെന്നിൻ്റെ വുമണിൻ്റെ എഫിഷ്യൻസി നമുക്ക് കാണണം. മെൻ ബാർ വുമൺ ഈസ് ഈക്വൽ ടു 4 × 6 ഡിവൈഡ് ബൈ 5 × 3 അതിങ്ങോട്ട് കൊടുന്നു. നമ്മൾ 4 × 6 24 5 × 15 ആണ്. ദാറ്റ് ഈസ് 8 ഡിവൈഡ് ബൈ 5 എന്ന് വരും. അപ്പോൾ മെന്നിൻ്റെ എഫിഷ്യൻസി 8 ഓക്കെ വുമണിൻ്റെ എഫിഷ്യൻസി 5 എന്ന് വന്നു. ഓക്കെ മെന്നിൻ്റെ എഫിഷ്യൻസി 8 വുമണിൻ്റെ ഓക്കെ മെന്നിൻ്റെ എഫിഷ്യൻസി 8 അതുപോലെ തന്നെ വുമണിൻ്റെ എഫിഷ്യൻസി 5 എന്ന് വന്നു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ടോട്ടൽ വർക്ക് കാണണം. ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നിലിട്ട് കൊടുക്കുക. അതായത് 5 men ഓക്കെ × 3 5 men × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 5 × 8 × 3 ഓക്കെ എന്താ വരിക? ഇതാണ് ടോട്ടൽ വർക്ക് ഓക്കെ അതായത് മെന്നിൻ്റെ എഫിഷ്യൻസി 8 അല്ലേ? ആ മെന്നിൻ്റെ അവിടെ ഇതിട്ട് കൊടുക്കുക. മറ്റോടത്ത് ഇട്ട് കൊടുത്താൽ നമുക്ക് കിട്ടുമോ? എന്നാൽ മറ്റോടത്ത് എന്തായിരുന്നു? 4 women × 6 അല്ലേ? ആ വുമണിൻ്റെ അവിടെ ഈ 5 ഇട്ട് കൊടുക്കുക. എന്താ വരിക? 4 × 5 × 6 2 ചെയ്താലും ഒരേ ഉത്തരം വരിക. അപ്പോൾ എന്താണ്? 8 5 40 × 3 120 ടോട്ടൽ വർക്ക്. ഇവിടെ നോക്കിയാലും അത് തന്നെയായിരിക്കും. എന്താണ്? 4 20 × 6 അതും 120 അപ്പോൾ ടോട്ടൽ വർക്ക് 120 കിട്ടി. ടോട്ടൽ വർക്ക് 120. ഇനി എന്താ കാണേണ്ടത്? ഇവരെല്ലാവരും അപ്പോൾ ടോട്ടൽ വർക്ക്
വർക്ക് നമുക്ക് ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞ സംഗതി നമുക്ക് 120 കിട്ടി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, ആ ജോലി അവർ ഒന്നിച്ചു ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ഒന്നിച്ച് ചെയ്യുക പറഞ്ഞാൽ എന്താ വരിക, ഒന്നിച്ച് ചെയ്യുക പറഞ്ഞാൽ 5. ഓക്കെ, ഒന്നിച്ച് ചെയ്താൽ എന്താ ചെയ്യുക, ഓക്കെ 5 വുമൺ പ്ലസ് ഓക്കെ ഒന്നിച്ചല്ലേ ചെയ്യണത്. അപ്പോൾ 5 മെൻ ഓക്കെ പ്ലസ് ഓക്കെ എത്ര 5 മെൻ പ്ലസ് എന്താ വരിക, 5 മെൻ പ്ലസ് എത്ര 4 സ്ത്രീകൾ 4 വുമൺ ദാറ്റ് ഈസ് 120 ഡിവൈഡഡ് ബൈ 5 മെൻ. ഓക്കെ എന്താണ് 5 മെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഇൻറ്റു എത്രയായിരുന്നു 8 ആയിരുന്നു എഫിഷ്യൻസി. ഓക്കെ 5 ഇൻറ്റു 8 പ്ലസ് 4 ഇൻറ്റു 5 ആയിരുന്നു വുമൺ എഫിഷ്യൻസി. ദാറ്റ് ഈസ് 120 ഡിവൈഡഡ് ബൈ ഓക്കെ 8 40 പ്ലസ് 4 20 ഓക്കെ ദാറ്റ് ഈസ് 60. ദാറ്റ് ഈസ് 120 ഡിവൈഡഡ് ബൈ 60 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ദിവസം കൊണ്ട് അവർക്ക് തീർക്കാൻ സാധിക്കും. 2 ദിവസമാണ് ഉത്തരം. അപ്പോൾ ഇതിൽ ആദ്യം എന്താ ചെയ്യേണ്ടത്, ആൻഡ് ഓർ ചോദ്യമാണ്. ആ ആൻഡ് ഓർ ചോദ്യം നമുക്ക് മെൻ ബാർ വുമണിൻ്റെ ഓക്കെ എഫിഷ്യൻസി കാണണം. ആ മെൻ ബാർ വുമൻ്റെ എഫിഷ്യൻസി നമ്മൾ കണ്ടപ്പോൾ നമുക്ക് 8/5 അല്ലെങ്കിൽ മെന്നിൻ്റെ എഫിഷ്യൻസി 8 എന്നും വുമൻ്റെ എഫിഷ്യൻസി 5 എന്നും കിട്ടി. അതിന് നമുക്ക് ടോട്ടൽ വർക്ക് കാണണം. ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് 5 ഓക്കെ മെൻ ഓക്കെ 5 മെൻ ഇൻറ്റു 3 നമ്മൾ ഇട്ട് കൊടുത്തപ്പോൾ 5 ഇൻറ്റു 8 ഓക്കെ 5 ഇൻറ്റു 8 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 40 ഇൻറ്റു 3 120 എന്ന് നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടി. അത് തന്നെയാണ് വുമൻ്റെ എഫിഷ്യൻസിയിൽ നമ്മൾ ഇട്ട് കൊടുത്താൽ നമുക്ക് കിട്ടുക 120 തന്നെ കിട്ടുക. ഇനി നമുക്ക് ആ ഫൈനൽ വർക്ക് അല്ലെങ്കിൽ ഡേയ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക് 120 ഡിവൈഡഡ് ബൈ ഒന്ന് ചെയ്യുമ്പോൾ എന്താ വരിക 5 മെൻ പ്ലസ് 5 മെൻ പ്ലസ് 4W എന്ന് ലെവലിലേക്ക് വരും. അപ്പോൾ 120 ഡിവൈഡഡ് ബൈ 5 മെൻ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 8 ഓക്കെ പ്ലസ് 4 ഇൻറ്റു 4 വുമൻ്റെ എത്ര 4 ഇൻറ്റു 4 ഇൻറ്റു 5 ആയിരുന്നു. 4 20 40. അപ്പോൾ 120 ഡിവൈഡഡ് ബൈ 40 പ്ലസ് 20 എന്ന് വരും. 120 ഡിവൈഡഡ് ബൈ 60 എന്ന് വരും. 120 ഡിവൈഡ് ബൈ 60 എന്ന് പറഞ്ഞാൽ 2 ആൻസർ. 2 ദിവസം കൊണ്ട് അവർക്ക് ഒന്നിച്ച് തീർക്കാൻ സാധിക്കും. ഓക്കെ, കുറച്ച് ടഫായിട്ടുള്ള ചോദ്യമായിരുന്നു അത്. ക്ലിയർ. അടുത്ത ചോദ്യം എന്താണ്, ഓക്കെ അടുത്ത ചോദ്യം എന്താണ്, അടുത്ത ചോദ്യം എന്ന് പറഞ്ഞ സംഗതി. ഓക്കെ അടുത്ത ചോദ്യം എന്താ പറയുക, ഓക്കെ അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഓക്കെ 5 വുമൺ അല്ലേ. ഓക്കെ ഇനി അടുത്ത ചോദ്യം, എ എന്ന സ്ഥലത്ത് നിന്നും ബി എന്ന സ്ഥലത്തേക്ക് ദൂരം 5 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ എ എന്ന സ്ഥലത്ത് നിന്നും ബി എന്ന സ്ഥലത്തേക്ക് ദൂരം 5 കിലോമീറ്റർ ആണ്. എയിൽ നിന്നും ഒരു കാറും ഒരു സ്കൂട്ടറും ഒരേ സമയം ബിയിലേക്ക് യാത്ര ചെയ്തു അല്ലെങ്കിൽ യാത്ര തിരിച്ചു. സ്കൂട്ടറിൻ്റെ സ്പീഡിൻ്റെ ഇരട്ടി വേഗത്തിലാണ് കാർ യാത്ര ചെയ്തത്. കാർ ഇടയ്ക്ക് പെട്രോൾ അടിക്കാൻ കയറിയപ്പോൾ ഓക്കെ 3 മിനിറ്റ് യാത്ര ചെയ്തില്ല. അതിനുശേഷം യാത്ര തുടർന്നു. കാറും സ്കൂട്ടറും ഒരുമിച്ചാണ് ബിയിൽ എത്തിച്ചതെങ്കിൽ കാറിൻ്റെ വേഗത ഒന്നുമില്ല. നമുക്കറിയാം സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്ന ഒരു റിലേഷൻ നമുക്കറിയാം. അപ്പോൾ സ്പീഡും ഡിസ്റ്റൻസും ഓക്കെ അപ്പോൾ സ്പീഡ് നമ്മൾ സ്പീഡും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ നമുക്കറിയാമല്ലോ. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്ന സംഗതി ഓക്കെ ബൈക്കുണ്ട്. 2 കാര്യങ്ങളാണല്ലോ. ഒന്ന് ബൈക്ക്, ഒന്ന് നമുക്ക് ബൈക്കുണ്ട്, ഒന്ന് കാറുണ്ട്. അപ്പോൾ കാറിൻ്റെ സ്പീഡ് ഇരട്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ 1:2 എന്ന അനുപാതത്തിലാണ് സ്പീഡ് ഉള്ളത്. ഓക്കെ സ്പീഡ് എന്ന് പറഞ്ഞ സംഗതി 1:2 എന്ന അനുപാതത്തിലാണ്. പക്ഷേ ടൈം അപ്പോൾ എങ്ങനെയായിരിക്കും, ടൈം എന്ന് പറയുന്ന സംഗതി അതിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ ടൈം എന്ന് പറയുന്ന സംഗതി. ഓക്കെ സ്പീഡ് ഈസ് ഈക്വൽ ടു 1:2. അതായത് ബൈക്കിൻ്റെ സ്പീഡ് 1 കാറിൻ്റെ സ്പീഡ് ഇരട്ടിയാണ് അല്ലേ, അങ്ങനെയല്ലേ. എയിൽ നിന്ന് ഓക്കെ കാറും സ്കൂട്ടറും ഒരേ സമയം ബിയിലേക്ക് യാത്ര ചെയ്തു. സ്കൂട്ടറിൻ്റെ സ്പീഡിൻ്റെ ഇരട്ടി വേഗത്തിലാണ് കാറ്. അപ്പോൾ ഓക്കെ സ്കൂട്ടറിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ ബൈക്കിൻ്റെ സ്പീഡ് 1 ആണെങ്കിൽ കാറിൻ്റെ സ്പീഡ് അതിൻ്റെ ഇരട്ടിയാണ് 1:2 ആണ്. അപ്പോൾ ടൈം എന്തായിരിക്കും, ടൈം 2:1 ആയിരിക്കും അല്ലേ. സ്പീഡ് കുറവുള്ളത് കൂടുതൽ ടൈം എടുക്കും. അപ്പോൾ 2:1 ആയിരിക്കും. ഇവിടെ നോക്ക്, ഈ 2:1 എന്ന് പറയുന്ന ഗ്യാപ്പ് അല്ലെങ്കിൽ ടൈമിൻ്റെ ഗ്യാപ്പ് നമുക്ക് തന്നിട്ടുണ്ട് 3 മിനിറ്റ് ഓക്കെ മാത്രമേ ഒരു ഡിലേ വന്നിട്ടുള്ളൂ പെട്രോൾ അടിക്കാൻ. ആ 3 മിനിറ്റ് എന്ന് പറഞ്ഞാൽ മതി നമുക്ക് എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് 1x ഈസ് ഈക്വൽ ടു 3. ഓക്കെ 1x ഈസ് ഈക്വൽ ടു 3 എന്ന് എഴുതാം. ഓക്കെ ദാറ്റ് ഈസ് x ഈസ് ഈക്വൽ ടു എന്ത് വരും, ഓക്കെ x ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഓക്കെ 1x ഈസ് ഈക്വൽ ടു 3. അപ്പോൾ x ഈസ് ഈക്വൽ ടു എന്താണ്, x ഈസ് ഈക്വൽ ടു 3. ഓക്കെ x ഈസ് ഈക്വൽ ടു 3 എന്ന് പറയും. x ഈസ് ഈക്വൽ ടു 3 അല്ലേ. ഓക്കെ അപ്പോൾ കാറ് ഓക്കെ 3 ആണ്. ഓക്കെ ടൈം ഡിലേ എന്ന് പറയുന്ന സംഗതി. ഓക്കെ ടൈം ഡിലേ എന്ന് പറയുന്ന സംഗതി നമുക്കറിയാം. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ആ ഡിസ്റ്റൻസ് ബൈ ടൈം അപ്പോൾ നോക്കുക ഇവിടെ ഡിലേ ഓക്കെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 3 മിനിറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1x ഈസ് ഈക്വൽ ടു 3 മിനിറ്റ്. അപ്പോൾ x ഈസ് ഈക്വൽ ടു 3 മിനിറ്റ് എന്ന് വരും. 3 മിനിറ്റ് എന്ന് വരും. അപ്പോൾ കാറിൻ്റെ സ്പീഡ് കാണാൻ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം നമുക്ക് ചെയ്തൂടെ. ഡിസ്റ്റൻസ് ബൈ ടൈം അതായത് 3 മിനിറ്റ് ആണ് ഇവിടെ ടൈം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 5 കിലോമീറ്റർ തന്നിട്ടുണ്ട്. 5 കിലോമീറ്റർ ദാറ്റ് ഈസ് സ്പീഡ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഡിസ്റ്റൻസ് പറഞ്ഞത് ഇത്ര ഡിസ്റ്റൻസ് 5 ബൈ ടൈം എത്രയാണ് നമുക്ക് കിട്ടിയത് 3 ആണ്. 3/60. ഓക്കെ അത് കിലോമീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ
കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ 3/60 ചെയ്യണം. ദാറ്റ് ഈസ് 5 × 60 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 20. ദാറ്റ് ഈസ് 100. 20 × 5 100 കിലോമീറ്റർ പെർ അവറാണ്. 100 കിലോമീറ്റർ പെർ അവറിലാണ് അത് യാത്ര ചെയ്തിട്ടുണ്ടാവുക. ഇനി നേരെ തിരിച്ച് ബൈക്കിൻ്റെയാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ പറയുക, ബൈക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2:1 ആണ് അതിൻ്റെ ടൈം ഡിലേ എന്ന് പറഞ്ഞാൽ. 2:1 ആണ്. ഇവിടെ 1 യൂണിറ്റ് അല്ലെങ്കിൽ 1x = നമുക്ക് 3 മിനിറ്റ് എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 2x എത്ര കിട്ടും? 2x എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 2x എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? കാര്യം ബൈക്കിൻ്റെ ടൈം 2:1 ആണ്. അപ്പോൾ 2x എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2 × 3 ദാറ്റ് ഈസ് 6 മിനിറ്റ്. അപ്പോൾ ബൈക്കിൻ്റെ സ്പീഡ് എത്രയായിരിക്കും? ബൈക്കിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 ടൈം എന്ന് പറഞ്ഞാൽ ഇവിടെ 6/60. 6/60 എടുക്കാൻ കാര്യം ഇത് മണിക്കൂറിലെ സ്പീഡ്. അപ്പോൾ കിലോമീറ്റർ പെർ അവറിൽ സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 6/60 ചെയ്ത കാര്യം. ഇവിടെ മിനിറ്റിലാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 5 × 60/6 എന്ന് വരും. 5 × 60/6 ദാറ്റ് ഈസ് 6 എത്രേ? 10 തവണ 10 × 5 50 കിലോമീറ്റർ പെർ അവറിലായിരിക്കും എന്ത് പോയിട്ടുണ്ടാവുക? 50 കിലോമീറ്റർ പെർ അവറിലായിരിക്കും ബൈക്ക് പോയിട്ടുണ്ടാവുക. കാർ എത്രയായിരിക്കും? കാർ 100 കിലോമീറ്റർ പെർ അവറിലായിരിക്കും പോയിട്ടുണ്ടാവുക. ക്ലിയർ ആണെന്ന് വിചാരിക്കണോ? ഒന്നുമില്ല. നമുക്ക് നമ്മുടെ ജനറൽ ഇക്വേഷൻ സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സ്പീഡും സ്പീഡ് എന്ന് പറയുന്നത് ബൈക്ക് ഈസ് ടു കാറിൻ്റെ സ്പീഡ് എന്ന് സംഗതി 1:2 ആണ്. അതായത് ബൈക്കിനേക്കാൾ ഇരട്ടി വേഗത്തിലാണ് കാർ സ്പീഡ് പോകുന്നത്. അപ്പോൾ 1:2 എന്ന് പറയുന്ന അനുപാതത്തിൽ നമുക്ക് കിട്ടും. എന്നാൽ ടൈം എന്തായിരിക്കും? ടൈം നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. കാര്യം 2:1 ഏതാണോ സ്പീഡ് കുറവ് അതിന് കൂടുതൽ ടൈം. അപ്പോൾ 2:1. ഈ ഡിലേ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? ഈ ഡിലേ നമുക്ക് 3 മിനിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഗ്യാപ്പ് എന്ന് പറഞ്ഞത് അതായത് 1x എന്ന് പറയുന്നത് നമുക്ക് 3 മിനിറ്റ് എന്ന് എടുക്കാം. 1x എന്ന് പറയുന്നത് 3 മിനിറ്റ് എന്ന് എടുക്കാം. ദാറ്റ് ഈസ് x = 3 മിനിറ്റ്. അതായത് ഇതാണ് കാറിൻ്റെ ഭാഗം. അപ്പോൾ x = 3 മിനിറ്റ്. അതിന് സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്ന ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് 5 കിലോമീറ്റർ ഓൾറെഡി തന്നിട്ടുണ്ട്. 5 ഡിവൈഡ് ബൈ ടൈം നമുക്ക് 3 മിനിറ്റ് കിട്ടി. 3/60 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മണിക്കൂറിലേക്കുള്ള വേഗത കിട്ടും. ദാറ്റ് ഈസ് 5 × 60 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് 20 × 5 100 കിലോമീറ്റർ പെർ അവറിലായിരിക്കും കാർ പോയിട്ടുണ്ടാവുക. എന്നാൽ ബൈക്ക് നമ്മൾ ചെയ്തപ്പോൾ കിട്ടിയത് 50 കിലോമീറ്റർ പെർ അവർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്ക്. 20, 40, 22, 38, 26, 34 ഡാഷ്. അപ്പോൾ ഇവിടെ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഇതൊരു ഡബിൾ സീരീസാണ്. ഒരു സീരീസ് 20, 22, 26 ഡാഷ്. അടുത്തത് 40, 38, 34 ഡാഷ്. അപ്പോൾ ഒരു ഡബിൾ സീരീസ് ആണെന്നുള്ളത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ 20, 22, 26 ഇവിടെ 2 കൂടി. ഇവിടെ 4 കൂടി. അടുത്തെന്താ കൂടുക? അടുത്ത് 8 കൂടണം. 2, 4 2, 4, 8 26 +8. 26 + 8 എത്രയും 30. 26 അല്ലെ 2, 4 അടുത്ത 6 കൂടണം. 2 + 2 4. 4 + 6 ആണ് കൂടണം. അപ്പോൾ 26 6 32. ഇവിടെ 32 ആയിരിക്കും. ഈ സീരീസിൽ 32 ആയിരിക്കും. ഇവിടെ നോക്ക് 40, 38, 34. അപ്പോൾ കുറയുക ചെയ്യുന്നത്. 40 2 കുറഞ്ഞു. 38 4 കുറഞ്ഞു. അപ്പോൾ 34 ഇത്രയും കുറയേണ്ടത് 6 കുറയണം. 34 കഴിഞ്ഞാൽ 28. അപ്പോൾ 32, 28 എന്ന് പറയുന്ന ഈ ഒരു സംഖ്യയായിരിക്കും അടുത്ത ശ്രേണി. അപ്പോൾ നോക്ക് അതെങ്ങനെ ആ ഓർഡറിൽ വന്നത് നോക്ക്. അത് തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 28, 32 ഉണ്ട്. 20 കഴിഞ്ഞു 22, 22 കഴിഞ്ഞു 26, 26 കഴിഞ്ഞ് ഇനി വരേണ്ടത് എന്താണ്? ഇനി വരേണ്ടത് 26 കൂടെ 6 കൂട്ടിയ 32 ആണ്. അപ്പോൾ 32 എന്ന് ആദ്യം വന്നു. അത് 40 കഴിഞ്ഞു 38, 38 കഴിഞ്ഞു 34, 34 ഇനി എത്ര കുറയ്ക്കേണ്ടത്? 6 കുറയ്ക്കേണ്ടത്. അപ്പോൾ 28 വന്നു. അങ്ങനെയാണ് 32, 28 എന്ന് പറയുന്ന സംഖ്യ വരാനുള്ള കാര്യം. സ്പീഡിൽ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകാം. 28, 32 എന്ന് പറയുന്ന ഉത്തരം കിട്ടിയ വേഗത്തിൽ നമ്മൾ 28, 32 എഴുതി പോകാം. പക്ഷേ ഉത്തരം എന്ന് വെച്ചാൽ 32, 28 ആണ്. ശരിയെന്ന് വിചാരിക്കുന്നു. മനസ്സിലായി വിചാരിക്കുന്നു. അടുത്ത ചോദ്യം എന്താ? ഒരു നിശ്ചിത തുകയ്ക്ക് 5% നിരക്കിൽ 2 വർഷത്തേക്ക് ലഭിക്കുന്ന സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം 1000 രൂപയാണ് എങ്കിൽ തുക എത്ര? നമുക്കിതിന് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ഡിഫറൻസ് ഈസ് ഈക്വൽ ടു P × R/100² എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് നമുക്ക്. അത് നമുക്ക് P കണ്ടെത്തിക്കൂടെ? ഡി ഇവിടെ ആൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ P ഈസ് ഈക്വൽ എന്ത് വരും? P ഈസ് ഈക്വൽ ടു D × 100 × 100 ഡിവൈഡ് ബൈ R. എത്ര? R ഇവിടെ എത്തിരിക്കുന്നത് 6 എന്നാണ് 5 ആണ്. 5 × 5 ചെയ്തൂടെ? 5 × 5 ചെയ്തൂടെ? കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ മാറ്റാം? ഇവിടെ പ്രിൻസിപ്പൽ ഈസ് ഈക്വൽ ഡി എന്ന് പറഞ്ഞ സംഗതി. ഡി എന്ന് പറഞ്ഞത് 1000 ആണ്. 1000 ഇൻറ്റു 100 × 100 ഡിവൈഡഡ് ബൈ 100 × 100 ഡിവൈഡഡ് ബൈ എത്ര വരിക? 5 × 5 എന്ന് പറഞ്ഞ സംഗതി 25. 25 എന്ന് വരും. ഇവിടെ നമ്മൾ ഇവിടെ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എത്ര വരിക? 25 4 4 4 എന്ന് വരും. 4 25 100 എത്രയാണ്? 4 തവണ. അപ്പോൾ 4 1
2 3 4 5 5 0 1 2 3 4 5 ഓക്കെ. അപ്പോൾ ആൻസർ ഇതാണ് ആൻസർ ഏത് ഓക്കെ 4 കഴിഞ്ഞിട്ട് 5 0 1 2 3 4 5 ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്, അതായത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ഡി ഈസ് ഈക്വൽ ടു 2 വർഷമാണെങ്കിൽ ഇക്വേഷൻ ആണ് ഇത്. ഡിഫറൻസ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു R/100 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നൊരു ഇക്വേഷൻ ഉണ്ട്. അതിന്ന് പ്രിൻസിപ്പൾ ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പളാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. പ്രിൻസിപ്പൾ ഈസ് ഈക്വൽ ടു ഡിഫറൻസ് ഇൻറ്റു ഓക്കെ R/100 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് ഓക്കെ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പൾ ഈസ് ഈക്വൽ ടു ഡിഫറൻസ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട് 1000 ആണ്. 1000 ഇൻറ്റു R/100 എന്ന് പറയുന്നത് അവിടെ ചെല്ലുമ്പോൾ നോക്കി 100 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ഓക്കെ 25 എന്ന് വരും. ദാറ്റ് ഈസ് 4 ഓക്കെ 4 കഴിഞ്ഞിട്ട് 5 0 ഓക്കെ 5 0 ആൻസർ ഇതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം എന്താണ്? ഒരു സംഖ്യയുടെ 4 മടങ്ങ് ആ സംഖ്യയേക്കാൾ 2 കുറവായ സംഖ്യയുടെ 5 മടങ്ങിനേക്കാൾ 1 കൂടുതലാണ് എങ്കിൽ സംഖ്യ എത്രയാണ്? ഒന്നുമില്ല, നമ്മളത് എക്സ് ഇട്ടിട്ട് നോക്കുക. ഒരു സംഖ്യയുടെ 4 മടങ്ങ്, സംഖ്യ എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു സംഖ്യയുടെ 4 മടങ്ങ്, അപ്പോൾ സംഖ്യ എക്സ് ആണ്, സംഖ്യയുടെ 4 മടങ്ങ് 4x ഈസ് ഈക്വൽ ടു എന്താവുന്നത്? ആ സംഖ്യയേക്കാൾ 2 കുറവായ സംഖ്യയുടെ 5 മടങ്ങ്, ആ സംഖ്യയേക്കാൾ 2 കുറവ് ഓക്കെ എക്സ് മൈനസ് 2 ആ 2 കുറവായ സംഖ്യയുടെ 5 മടങ്ങ്, അപ്പോൾ 5x മൈനസ് 2നേക്കാൾ 1 കൂടുതലാണ് +1. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ 4x ഈസ് ഈക്വൽ ടു ഒരു സംഖ്യയുടെ 4 മടങ്ങ് എന്ന് പറഞ്ഞാൽ 4x ഈക്വൽ ടു ആ സംഖ്യയേക്കാൾ 2 കുറവായ അതായത് x മൈനസ് 2ൻ്റെ 5 മടങ്ങ് 5x മൈനസ് 2 +1 എന്ന് വരും. അപ്പോൾ 4x ഈസ് ഈക്വൽ ടു ഓക്കെ 5x മൈനസ് 10 5 × 10 ഓക്കെ 2 10 + 1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടുന്ന് എന്ത് വരാം? ഇവിടുന്ന് നമ്മൾ മറ്റേ എടുക്കുമ്പോൾ ഓക്കെ 4x ഈസ് ഈക്വൽ ടു 5x മൈനസ് 9 എന്ന് വരും അല്ലേ? 9 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റുന്ന സമയത്ത് 9 ഈസ് ഈക്വൽ ടു ഓക്കെ 9 ഈസ് ഈക്വൽ ടു 5x മൈനസ് 4x ദാറ്റ് ഈസ് x. അപ്പോൾ x ഈസ് ഈക്വൽ ടു 9 ആണ് ആൻസർ. x ഈസ് ഈക്വൽ ടു 9 നമ്മുടെ സംഖ്യ 9 ആണ്. 9 ഓപ്ഷൻ സി ആണ് ആൻസർ. ക്ലിയർ ആണോ വിചാരിക്കുന്നു. അടുത്ത ചോദ്യം. ഒരു കച്ചവടക്കാരൻ 1500 രൂപയ്ക്ക് വാങ്ങിയ ഫാൻ 20% കൂട്ടി പരസ്യ വിലയിട്ട ശേഷം 10% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു എങ്കിൽ ലാഭശതമാനം എത്രയെന്ന ചോദ്യം. ഒന്നുമില്ല, ഈ 1500 എന്ന് പറയുന്ന ഈ ഫാക്ടർ വെറുതെ തന്നിരിക്കുന്നതാണ്. എന്താ ചോദിച്ചിരിക്കുന്നത്? ഓക്കെ ഒരു കച്ചവടം 1500 രൂപയ്ക്ക് വാങ്ങിയ ഫാൻ 20% കൂട്ടി പരസ്യ വിലയിട്ട ശേഷം, അപ്പോൾ 100 ആയിരുന്നു വിചാരിക്കുക. ഓക്കെ വില 100 ആയിരുന്നു, അതിൻ്റെ 20% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 120 ഓക്കെ 120% കൂട്ടി. എന്നിട്ട് എന്താ ചെയ്തത്? 10% ഡിസ്കൗണ്ട്. അപ്പോൾ 120ൻ്റെ 10% എത്രയാണ്? 120ൻ്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര? ഇത് ചെയ്യുക കട്ട് ചെയ്ത് 12 ആണ്. 12 അപ്പോൾ 100 12 കുറച്ച് അല്ല ഓക്കെ 120 12 കുറച്ചാൽ എത്ര വരിക? 120 12 കുറച്ച് കഴിഞ്ഞാൽ 108. അപ്പോൾ 108% അദ്ദേഹം അത് വിറ്റത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലാഭം 100 എന്നുള്ളത് 108% വിറ്റു. അപ്പോൾ ലാഭം എന്ന് പറഞ്ഞാൽ 8% അദ്ദേഹത്തിൻ്റെ ലാഭം എന്ന് പറയുന്നത്. 8% അദ്ദേഹത്തിൻ്റെ ലാഭം. ഓപ്ഷൻ എ ആണ്. ഒന്നുമില്ല, ചോദ്യത്രയേ ഉള്ളൂ. ഒരു കച്ചവടക്കാരൻ 1500 രൂപയ്ക്ക് വാങ്ങിയ ഫാൻ 20% കൂട്ടി പരസ്യ വിലയിട്ട ശേഷം 10% ഡിസ്കൗണ്ട് വിൽക്കുന്നുവെങ്കിൽ ലാഭശതമാനം. അപ്പോൾ 1500 എന്ന് പറയുന്ന ഫാക്ടറുടെ ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ 100% വിചാരിക്കുക. അത് അദ്ദേഹം പരസ്യ വിലയിട്ട എത്രയാണ്? 120%ലേക്ക് കൂട്ടി. ഓക്കെ 120% കൂട്ടി. ആ 120% നിന്നാണ് പിന്നെ 10% ഡിസ്കൗണ്ട് കൊടുത്തത്. അപ്പോൾ 120%ൻ്റെ 10% കാണുക. 100%ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 120 ഇൻറ്റു 10/100 ചെയ്തു. ഇത് കട്ട് ചെയ്തു കൊടുത്തു 12 എന്ന് കിട്ടി. 12 കിട്ടി. അപ്പോൾ 120 നിന്ന് 120% 12 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര കിട്ടുക? 108%. അപ്പോൾ 100 എന്നുള്ളത് 108 മറ്റേ ശതമാനത്തിൽ ആക്കിയിട്ടാണ് വിറ്റത്. അപ്പോൾ 8% ലാഭം. ഓക്കെ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം. 1 മീറ്റർ നീളമുള്ള ഒരു കമ്പി വളച്ചുണ്ടാക്കുന്ന ചതുർഭുജത്തിൻ്റെ ഏറ്റവും കൂടിയ പരപ്പളവാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അപ്പോൾ 1 മീറ്റർ നീളമുള്ള, ബാക്കി ഇവിടെ ആൻസറൊക്കെ സെൻറ്റിമീറ്ററിൽ. അപ്പോൾ നമുക്കറിയാം 1 മീറ്റർ ഈസ് ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ 100 സെൻറ്റിമീറ്റർ ആണ് നമുക്കറിയാം. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? 1 മീറ്റർ നീളമുള്ള സംഖ്യ. 1 മീറ്റർ നീളമാണ്. അപ്പോൾ അത് എത്ര? 1 മീറ്റർ നീളം എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. 1 മീറ്റർ നീളമുള്ള കമ്പി വളച്ചുണ്ടാക്കുന്ന 1 മീറ്റർ നീളമുള്ള ഒരു കമ്പിയുടെ വളച്ചുണ്ടാക്കുന്ന ചതുർഭുജത്തിൻ്റെ ഏറ്റവും കൂടിയ പരപ്പളവാണ് ചോദിച്ചിരിക്കുന്നത്. പരപ്പളവ്. അപ്പോൾ ഏരിയ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പി. ഇത് മൊത്തം എത്രയും 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ 4A അല്ലേ? എന്നൊക്കെ ഏരിയ എന്ന് പറഞ്ഞ സംഗതി A² ആണ്. അപ്പോൾ 4A ആണത് 100 സെൻറ്റിമീറ്റർ. 4A ആണ് 100 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു സൈഡ് എത്രയാണ്? A ഈസ് ഈക്വൽ ടു 100/4 ദാറ്റ് ഈസ് 25 സെൻറ്റിമീറ്റർ കിട്ടും. അപ്പോൾ ഇത് 25 സെൻറ്റിമീറ്റർ ആണ്, ഇത് 25 സെൻറ്റിമീറ്റർ ആണ്, ഇത് 25 സെൻറ്റിമീറ്റർ ആണ്, ഇത് 25 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? അപ്പോൾ നമുക്കറിയാം പരപ്പളവ് അല്ലെങ്കിൽ ഓക്കെ ഏരിയ കാണണം. അപ്പോൾ ഇത് ചുറ്റളവ് എന്ന് പറഞ്ഞ സംഗതിയാണ് 4A ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 4A ഈസ് ഈക്വൽ ടു 100, A ഈസ് ഈക്വൽ ടു 100/4 25 കിട്ടി. ഇനി ഏരിയ എങ്ങനെ കാണുക? ഏരിയ എന്ന്
പറഞ്ഞു കഴിഞ്ഞാൽ എ സ്ക്വയർ ആണ്. അപ്പോൾ 25ൻ്റെ സ്ക്വയർ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരമായി. ഓക്കെ, 25ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 × 25 ദാറ്റ് ഈസ് 625 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന മീറ്ററിലാണ്, പക്ഷേ ഉത്തരമെല്ലാം സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ നമ്മൾ ആ 1 മീറ്ററിനെ നമ്മുടെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റി. ഓക്കെ, 1 മീറ്റർ എന്ന് പറയുന്ന സംഗതി എത്രയാണ്? 100 സെൻറ്റിമീറ്റർ ആണ്. ഈ 100 സെൻറ്റിമീറ്റർ കമ്പിയാണ് നമ്മളിതാ ഈ രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇതെന്ന് പറയുന്ന സംഗതി ഒരു സ്ക്വയർ ആണ്. ആ സ്ക്വയറിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്ന സംഗതി എത്രയാണ്? 4a ഈസ് ഈക്വൽ ടു 100 എന്ന് വന്നു. അതിന് ഒരു സൈഡിൻ്റെ നീളം എന്ന് പറയുന്നത് a ഈസ് ഈക്വൽ ടു 100/4 എന്ന് വന്നു. 100/4 എന്ന് പറഞ്ഞാൽ 25 സെൻറ്റിമീറ്റർ ആണ് ഒരു സൈഡ്. അങ്ങനെ 4 സൈഡ് 25, 25, 25, 25. ഇനി അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് സ്ക്വയറിൻ്റെ ഏരിയ എത്രയാണ്? എ സ്ക്വയർ ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ആണ്. അപ്പോൾ 25 സ്ക്വയർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമായി 25 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 625. ആൻസർ 625 ഓപ്ഷൻ ബി. 6 സെൻറ്റിമീറ്റർ സ്ക്വയർ ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, ഒരു കുടുംബത്തിൻ്റെ ബഡ്ജറ്റിൽ വിവിധ ഇനങ്ങൾക്ക് നൽകുന്ന പരിഗണന ചുവടെ തന്നിരിക്കുന്നു. ഭക്ഷണം 30%, വസ്ത്രം 10%, വിദ്യാഭ്യാസം 25%, ആരോഗ്യം 20%, ഓക്കെ, വിനോദം 15%. ഈ വിവരങ്ങൾ ഒരു പൈ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ 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 ഈ ഫോർമാറ്റിലേക്ക് നമ്മൾ തിരിക്കണം. അതിൻ്റെ ടോട്ടൽ ഡിഗ്രി എത്രയാണ്? 360 ഡിഗ്രിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ഡയഗ്രാം സൂചിപ്പിച്ചാൽ വിദ്യാഭ്യാസത്തെ സൂചിപ്പിക്കുന്ന വൃത്താംശത്തിൻ്റെ കേന്ദ്ര കോണളവ് എത്രയാണ്? അപ്പോൾ ഈ കോണളവാണ് ഏതിൻ്റെ? വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്ര കോണളവ്. നമുക്ക് മൊത്തം 360 ഡിഗ്രി എന്നറിയാം. ഇവിടെ നോക്ക്, അപ്പോൾ അതൊരു ശതമാനക്കണക്കിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്കറിയാം വിദ്യാഭ്യാസത്തിനെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, വിദ്യാഭ്യാസത്തിനെ സൂചിപ്പിക്കുന്ന വൃത്താംശത്തിൻ്റെ കേന്ദ്രമുള്ള വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ 25% ആണ്. അപ്പോൾ നമുക്കറിയാം 360 എന്നാണ് ടോട്ടൽ. അതിൻ്റെ എത്ര ശതമാനം? 25 നോക്കിയാൽ പോരെ. 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ 25 ഡിവൈഡ് ബൈ 100. ഓക്കെ, ദാറ്റ് ഈസ് ഇത് കട്ട് ചെയ്തു നമുക്ക് എന്താ വരിക? ഓക്കെ, 36 ഓക്കെ ഇൻറ്റു 25. ഓക്കെ, 36 × 25 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 36 × 25 നോക്കെ, 36 × 25. 5 6 30, ബാക്കി 3, 3 15, 3 18 അല്ലേ? 18 വന്നു. 6 12, ബാക്കി 1, 3 2 6 7 7 0 8 10, ബാക്കി 8 10, ബാക്കി 1 7 8 9 900 വരും. ആ 900 ഡിവൈഡ് ബൈ 10 ചെയ്ത് കഴിഞ്ഞാൽ 90 ഡിഗ്രിയാണ് നമ്മുടെ ആൻസർ. 90 ഡിഗ്രി. അപ്പോൾ ഓക്കെ, പൈ ഡയഗ്രം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സർക്കിളിലാണ്. അപ്പോൾ ടോട്ടൽ 360 ഡിഗ്രി നമുക്കറിയാം. ആ 360 ഡിഗ്രിയുടെ എത്ര ശതമാനമാണ് വിദ്യാഭ്യാസത്തിന് കൊടുത്തതെന്ന് ചോദിച്ചാൽ അപ്പോൾ 360 × 25%. അപ്പോൾ 25/100 ഇത് ചെയ്യുമ്പോൾ നമുക്ക് 90 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, ആൻസർ 90 ഡിഗ്രി. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ 90 ഡിഗ്രി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ നമ്മൾ നോക്കിയത് ഇന്നലെ നടന്ന LPSA ചോദ്യ പേപ്പറിലെ 10 മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ചോദ്യങ്ങളാണ്. ഒരു 2-3 ചോദ്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം അത്യാവശ്യം ചെയ്താൽ കിട്ടാവുന്ന ചോദ്യങ്ങളാണ്. 2-3 ചോദ്യങ്ങൾ, അതായത് ഒരു നമ്മുടെ ഈ കാറിൻ്റെ ഒരു ചോദ്യം, അതുപോലെ തന്നെ ഈ ഒരു ടോട്ടൽ വർക്കിൻ്റെ ചോദ്യം ഒക്കെ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ബാക്കിയൊക്കെ നമുക്ക് ചെയ്താൽ കിട്ടാവുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായി തൊട്ടടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്